ഹലോ. അപ്പോൾ ഇത് ബാലി പ്രിപ്പറേഷൻ വീഡിയോസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ഈ ആഴ്ചയും കഴിഞ്ഞ കുറേ ആഴ്ചകൾ പോലെ തന്നെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയിലേക്ക് അപേക്ഷിച്ച് പല ആസ്പെക്റ്റിൽ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വീക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വർക്കിലായിരുന്നു ഫസ്റ്റ് പ്രശ്നം വന്നത്. ഞാൻ എൻ്റെ ട്രിപ്പ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ലീവും കാര്യങ്ങളും എല്ലാം റിക്വസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ബട്ട് അത് കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ മാനേജർ ഈ ലീവിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ കറക്റ്റ് ഈ ലാസ്റ്റ് വീക്ക് ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് കൊണ്ടുവരികയും ചെയ്തു. അത് തൊട്ടടുത്ത ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് ദിവസത്തേക്ക് ടെൻഷൻ അടിക്കാൻ ആയിട്ട് സെറ്റായി വന്നൊരു സംഭവമാണ് അത്. പിന്നെ എന്തായാലും ഭാഗ്യം കൊണ്ട് ഒരു മിഡ് വീക്ക് ആയപ്പോൾ മാനേജർ തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. കുറച്ചും കൂടെ ടൈമൊക്കെ വാങ്ങിച്ച് അത് സെറ്റാക്കി തന്നു. സോ ആ ഒരു സംഭവം അങ്ങനെ സോൾവ് ആയി. പിന്നുള്ളത് നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പം എനിക്ക് എപ്പോഴും പാക്കിംഗ് ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. അതായത് പാക്ക് ചെയ്യുക, വീണ്ടും അൺപാക്ക് ചെയ്യുക, പാക്ക് ചെയ്തതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് വേറെ ചെക്ക് ലിസ്റ്റും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സലിൽ വലിയൊരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, കുറേ അധികം ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു വെപ്രാളമാണ്. എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. 20 kilos ആണ് ചെക്ക് ഇൻ ലിമിറ്റായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ 20 kilos ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കി ഒറ്റ പെട്ടി മതിയല്ലോ, എന്തായാലും 20 kilos ഒന്നും ഞാൻ എടുക്കില്ല. ബട്ട് ഇത് ഞാൻ പാക്ക് ചെയ്തിട്ട് വെയിറ്റ് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നടുവിന് പ്രശ്നമായി. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടാണ് എനിക്ക് ആദ്യം ഡിസ്കിൻ ഇഷ്യൂ ആയത്. അപ്പോൾ അത്രയും വെയിറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ലഗേജ് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒന്ന് മാറ്റിയിട്ട് ഒരു 2 ബാഗിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. വീണ്ടും അഗൈൻ ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ആ എക്സൽ ഞാൻ എടുത്ത പ്ലാനിങ് ഷീറ്റിൽ അതും സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇന്ന സാധനം ഇന്ന ബാഗിലാണ്, ഇന്നത് ഈ ബാഗിലാണ്. മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, അത് ഭയങ്കര പാക്ഡ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഇനി അവിടെ ചെന്നിരുന്നിട്ട് നമുക്കിത് തപ്പുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അതിന് നല്ലത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് ഡേയിലെ സാധനം ഇവിടെയാണ്, സെക്കൻഡ് ഡേയിൽ ഇവിടെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. സോ അങ്ങനെ അതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചു. പിന്നുള്ളത് ഇതിലെ അഡ്മിൻ ടാസ്ക് ആണ്. അപ്പം ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞിരുന്നു ടൂറിസ്റ്റ് വിസയുടെ കാര്യമൊക്കെ സെറ്റാക്കി എന്നുള്ളൂ. അപ്പോൾ ടൂറിസ്റ്റ് വിസ കഴിഞ്ഞ് അടുത്തത് ചെയ്യാനുണ്ടായിരുന്നത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. കവർമോറിൻ്റെ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തു. അതെനിക്ക് $150 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അത് ഒരു മണ്ടത്തരമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം നാട്ടിൽ നിന്ന് നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാം. അപ്പം നാട്ടിൽ നിന്ന് എടുത്തവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് എറൗണ്ട് നമ്മുടെ ഒരു $20 നാട്ടിൽ നിന്ന് നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. എനിവേസ് അത് ഇനിയിപ്പോൾ ഒരു ലേണിംഗ് ആയിട്ട് എടുക്കാം. അടുത്ത തവണ നമുക്കിനിയിപ്പോൾ അങ്ങനെ എടുക്കാം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോസ്റ്റ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്കുള്ള കോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ Airbnb ബുക്കിംഗ്, പിന്നെ ഉള്ളത് ടൂർ പാക്കേജ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടൂറിസ്റ്റ് വിസയുടെ പൈസ, പിന്നെ ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ അല്ലാണ്ടുള്ള അല്ലറ ചില്ലറ ഷോപ്പിംഗ് എല്ലാം സെപ്പറേറ്റ് കുറച്ച് കാര്യങ്ങൾ. ഏറെക്കുറെ ഇത്രയാണ് ഇതുവരെയുള്ള ഇതിൽ വന്നിരിക്കുന്ന ഒരു എന്താ പറയുക ചിലവെന്ന് പറയാം. പിന്നെ ചെയ്യുന്ന കുറേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്തോനേഷ്യയിൽ ഇറങ്ങുമ്പോഴേക്കും അവിടുത്തെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഒരു കസ്റ്റംസ് ഡിക്ലറേഷൻ ഉണ്ട്, പിന്നെ ടൂറിസ്റ്റ് ലെവി. ഈ 3 കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഈ ഹെൽത്ത് ഡിക്ലറേഷനും കസ്റ്റംസ് ഡിക്ലറേഷനും പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ഇൻവോൾവ് അല്ല, പക്ഷെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമുക്ക് ഒന്നെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചെയ്തത് ഓൺലൈനായിട്ട് തന്നെ ചെയ്തത്. പിന്നെ ഇതിനകത്ത് ടൂറിസ്റ്റ് ലെവി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഗ്രൂപ്പായിട്ടും ചെയ്യാം, ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം. സോ അത് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അത് വേണോ വേണ്ടിയോ എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊരു മാൻഡേറ്ററി സംഭവമാണോ അല്ലയോ എന്ന്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ അത് മാത്രം ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തു. ബാക്കിയെല്ലാം ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ ഈ ആഴ്ച നടന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പറിൽ ഒരാൾ ലാസ്റ്റ് വീക്കിലാണ് ആൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ആൾക്കൊരു വിസയുടെ ഇഷ്യൂ വന്നിട്ട്. അപ്പം നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 15 മെമ്പർ ട്രിപ്പാണ്. പക്ഷേ അതിനുശേഷം ഒരു ഇനീഷ്യൽ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ അതിൽ ഒരാൾക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു, എന്തോ പേഴ്സണൽ റീസൺസ് ഉണ്ട്. പിന്നീട് ഈ ലാസ്റ്റ് വീക്ക് ഒരാൾ കൂടെ ഡ്രോപ്പ് ചെയ്തു. ആളുടെ വിസയുടെ എന്തോ ഒരു ഇഷ്യൂ കൊണ്ട് ആൾക്കും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ ലാസ്റ്റ് വീക്കിലെ ഏറ്റവും മേജർ കൺസേൺ എന്ന് പറയുന്നത് ഹെൽത്തിൽ തന്നെയായിരുന്നു. നോർമലി എനിക്ക് ഹെമറോയിഡ്സ് വിത്തിൻ എ വീക്ക് സോൾവ് ആവേണ്ടതാണ്. നമ്മൾ ടെൻഷനൊക്കെ കുറച്ച് ഉറക്കവും ഫുഡും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. ബട്ട് ഈ ഒരു എന്താ പറയുക, ഇവിടെ ഒരു കണ്ടിന്യൂസ് സ്ട്രെസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഹെമറോയിഡ്സ് ഒട്ടും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഈ വർക്കിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ കൂടെ
പാക്കിംഗ് സ്ട്രെസ്സും ബാക്കിയുള്ള ടെൻഷനും എല്ലാത്തിൻ്റെയും കൂടെ ഹെമറോയിഡ്സും കൂടെ ആകുമ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ബട്ട് എന്തായാലും ഞാൻ വെച്ചു ഓക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു 100 പ്രാവശ്യം പല പല സാധനങ്ങൾ ചെക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടോ, സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ, ഡ്രസ്സ്, മറ്റേ ഗാഡ്ജറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും മറന്നുപോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ആ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു സൈഡിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടെയാണ്. ബിക്കോസ് ഇൻ എ ഫ്യൂ ഡേയ്സ് ബാലി ഈസ് ബിക്കമിങ് എ റിയാലിറ്റി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ബാലിയിൽ നിന്നാണ്. കാണാം.